Hi dears, assalamu alaikum. Welcome back to my channel. അപ്പോൾ എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ എനിക്കും എൻ്റെ ഫാമിലിക്കും കൂടെ സുഖമാണ്. അപ്പോൾ കുറേ ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ റമളാനിലൊക്കെ ഒരുപാട് റെസിപ്പീസിൻ്റെ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്നും അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ചില പേഴ്സണൽ പ്രശ്നം കൊണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ഓരോ വീഡിയോസായിട്ട് ഇൻഷാ അല്ലാഹ് ഇന്ന് ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞങ്ങൾ പെരുന്നാളിന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ഒരു അടിപൊളി ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ലെച്ച് പുഡിങ്ങാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ പുറത്തൊക്കെ നല്ല മഴയുണ്ട്. അപ്പോൾ മഴ പെയ്തതുകൊണ്ട് തന്നെ വോയിസ് കൊടുക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ ലെച്ച് പുഡിങ് ഉണ്ടാക്കണം നോക്കാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഓൾ എന്ന ഓപ്ഷൻ തന്നെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുന്നതൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാം. അപ്പോൾ ലെച്ച് പുഡിങ് ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് കോട്ടിങ്ങിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിൽ കുറച്ച് പാലെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു അരക്കപ്പോളം പാലെടുത്തിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഒരു അരക്കപ്പ് പാൽ ഏകദേശം ഉണ്ടാകും കേട്ടോ. പിന്നെ ഇതിലേക്ക് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഫ്രഷ് ക്രീമും തന്നെ അരക്കപ്പിൻ്റെ അടുത്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ നമുക്ക് ഏത് ക്രീം വേണമെങ്കിലും ഇതിലേക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അതും തന്നെ നമുക്കിതിലേക്ക് ഒരു അരക്കപ്പോളം നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കണ്ടൻസ് മിൽക്കാണ്. അപ്പോൾ അത് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ, മധുരത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു അരക്കപ്പിൻ്റെ അടുത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി നമുക്കൊന്ന് ക്രീം ബീറ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 ലിറ്റർ ക്രീമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് അതിൽ നിന്നൊരു അരക്കപ്പോളം നമ്മൾ മാറ്റി എടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള ക്രീം ഫുള്ളായിട്ട് ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് കണ്ടൻസ് മിൽക്കും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്ത് മാറ്റാം കേട്ടോ. അപ്പോൾ ഒരു ബീറ്റ് ചെയ്യുന്ന വീഡിയോസ് എനിക്കിതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് പുഡിങ് സെറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ബ്രെഡാണ് എടുത്തിട്ടുള്ളൊരു 10 സൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അരികുവശമൊക്കെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു പാൽ മിക്സിൽ ഒന്ന് ഡിപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ ഏത് ട്രേയിലാണ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ആ ട്രേയിലേക്ക് നമ്മൾ വെച്ച് കൊടുക്കാം. അപ്പോൾ ആ ട്രേൻ്റെ എല്ലാ ഭാഗത്തും ഈ ബ്രെഡ് സ്ലൈസ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് നേരത്തെ ബീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ക്രീം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല രീതിയിൽ സ്റ്റിഫ് ആവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഈ ഒരു രീതിയിലാണ് നമ്മൾ ബീറ്റ് ചെയ്തെടുക്കേണ്ടത്. ഇത് ഇനി നമുക്ക് ട്രേൻ്റെ എല്ലാ ഭാഗത്തും ഈ ഒരു ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് നമ്മൾ കോട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും ഒന്ന് ഇങ്ങനെ ചോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഏത് ഇഷ്ടമല്ല നട്ട്സോ ചോക്ലേറ്റോ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിട്ട് കൊടുത്തതിന് ശേഷം അടുത്ത ലെയറും ഇതുപോലെ സെറ്റ് ചെയ്യാം ബ്രെഡ് വെച്ചിട്ട്. എല്ലാ ഭാഗത്തും ബ്രെഡിൻ്റെ സ്ലൈസ് വെച്ചിട്ട് കോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ മുകളിൽ ക്രീം അപ്ലൈ ചെയ്യാം. അപ്പോൾ ഫൈനൽ കോട്ടിംഗ് ആണ്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ക്രീം ഇട്ടുകൊണ്ട് നല്ല രീതിയിൽ നമുക്കൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഫൈനലി നമ്മൾ പുഡിങ്ങിൻ്റെ ഫിനിഷിങ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ചോക്ലേറ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് വെച്ചിട്ട് നമുക്ക് ഒന്ന് ഡെക്കറേഷൻ ചെയ്യാവുന്നതാണ് നമ്മളെ ഇഷ്ടമുള്ള രീതിയിൽ. അപ്പോൾ ഞാൻ ഈ ചോക്ലേറ്റ് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ലെച്ച് കേക്ക് കഴിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെയുണ്ട് നമ്മൾ ഈ ബ്രെഡ് വെച്ചിട്ട് ഈ ലെച്ച് പുഡിങ് ചെയ്തിട്ടുള്ളത്. വളരെ സിമ്പിളും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്കത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചതിന് ശേഷം കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും.
അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും താഴെ കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് ആയിട്ട് അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാർ പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. നിങ്ങൾ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും. ടേക്ക് കെയർ. ബൈ.